വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു ലേഡീസ് റിലേറ്റഡ് ടോപ്പിക് ആണ് കേട്ടോ. അതായത് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മാസങ്ങളായി കാണും ഒരു പർട്ടിക്കുലർ ടോപ്പിക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആ ടോപ്പിക് ഞാൻ ചെയ്യാത്തതിന് കാരണം എനിക്ക് വലിയ ധാരണയില്ല. ഇങ്ങനെയുള്ള ആളുകളെ പോലും എനിക്ക് പേഴ്സണലി വലിയ പരിചയമില്ല. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് എനിക്ക് അത്ര അടുത്ത് വലിയ പരിചയമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഡീപ്പായിട്ടൊരു നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷെ ഈ കുട്ടി ഇങ്ങനെ നിരന്തരം കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടി എനിക്ക് ആ കുട്ടിയുടെ കമന്റ്സ് വന്നപ്പോൾ എനിക്കതിനെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ഒക്കെ നടത്തി പലയിടത്തും ചോദിച്ചു. അവരിൽ നിന്നൊക്കെയുള്ള അറിവ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. കമന്റ് ഇങ്ങനെയാണ്: ഈസ് ലെസ്ബിയൻസ് ഹൈലി ഇൻഫെക്ഷ്യസ്, ഹൗ ടു പ്രൊട്ടക്ട് ഇൻഫെക്ഷൻസ്, പ്ലീസ് ഡു എ വീഡിയോ. അപ്പം ലെസ്ബിയൻസിന് ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷൻസ്, അതായത് ലെസ്ബിയൻ സെക്സിൽ കൂടി ഇൻഫെക്ഷൻസ് വരുമോ, അതെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, ആ ഇൻഫെക്ഷൻസിൽ നിന്നും എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഒരു കമന്റ് വന്നിട്ടുള്ളത്. സോ ഞാൻ ഇതിനെ കുറച്ച് സ്റ്റഡി നടത്തി, പിന്നെ കുറച്ച് ഡോക്ടേഴ്സിനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ഗൈനിക് റിലേറ്റഡ് ഡോക്ടറോ അങ്ങനെയൊന്നുമല്ല. ഐ എം എ സൈക്കോളജിസ്റ്റ്. അപ്പൊ മെന്റൽ ഹെൽത്ത് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. മെന്റലി ഉള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ പഠിച്ചിട്ടുള്ളതും. അതുകൊണ്ട് എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന കാര്യവും മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സും അതേക്കുറിച്ചുള്ള സംശയങ്ങളും ഒക്കെയാണ് എനിക്ക് ധൈര്യപൂർവ്വം ഞാൻ പഠിച്ചതിന്റെ ബേസിസിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി റിക്വസ്റ്റുകളൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. അത് എനിക്ക് ഒരുപാട് ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്. അവരോടെല്ലാം ഞാൻ ഒരാളോടല്ല, ഒരുപാട് പേരുടെ ഒപ്പീനിയൻസും അവർ പഠിച്ചിട്ടുള്ള അവരുടെ അറിവുകളും ഒക്കെ തേടിയതിനു ശേഷമാണ്, തെറ്റില്ലാത്ത രൂപത്തിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ 1-2 നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. അതായത് ഞാൻ പറയുന്ന ഫുള്ള് തെറ്റാണ്. 1-2 അല്ല, ഒരാളാണ്. ആ വ്യക്തിയോട് ഓൾറെഡി ഞാനൊരു വാർണിംഗ് കൊടുത്തു. ഞാൻ മാത്രമല്ല, പല ആളുകളും സർക്കംസിഷൻ മുതൽ ഈ പുള്ളിക്ക് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഈ പുള്ളിക്ക് ഒരു റിപ്ലൈ. ബട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ he is still watching my videos and negative comment. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ അത്ര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ഫേക്ക് ഐ ഡി ആണ്, മിസ്റ്റർ ഡാർക്കോ അങ്ങനെ എന്തോ ആണ് പേര്, അപ്പം അദ്ദേഹത്തിന് ഞാൻ ചെയ്യുന്ന തെറ്റാണ് ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ why you are keep on watching my videos? നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത്? അപ്പോൾ വാച്ച് ചെയ്യുകയും വേണം, നിങ്ങൾക്ക് കമന്റ് ഇടുകയും വേണം. എനിക്ക് 100% ഉറപ്പുണ്ട്, ഞാൻ വീഡിയോസിൽ പറഞ്ഞ കാര്യം പെട്ടെന്ന് എവിടെന്നെങ്കിലും കേട്ടിട്ടോ, ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബുക്ക് വായിച്ചിട്ടോ ഒന്നുമല്ല. ഒരാള്, പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടാവുന്ന മാക്സിമം റെഫറൻസസ് എടുക്കും. ഒരു സംഭവം എവിടെയെങ്കിലും വായിച്ചിട്ട് അത് പെട്ടെന്ന് ചാടിക്കേറി വീഡിയോ ഇടുക അല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നത്. ഞാൻ ഒരുപാട് റെഫർ ചെയ്യും. എൻ്റെ ഡൗട്ടുകൾ തന്നെ ഞാൻ ക്ലിയർ ചെയ്തതിന് ശേഷം, അത്രത്തോളം നോളജ് എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഒരു വീഡിയോ ചെയ്യാറുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അതായത്, ലെസ്ബിയൻസ് ഹൈലി ഇൻഫെക്ഷ്യസ് ആണോ, എങ്ങനെയാണ് ലെസ്ബിയൻസിന് ഈ ഒരു ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇതാണ് ടോപ്പിക്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, ലെസ്ബിയൻ എന്താണ് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റു സ്ത്രീയോട് അല്ലെങ്കിൽ സ്ത്രീകളോട് തന്നെ വൈകാരികവും സെക്ഷൽ പരവുമായ ഒരു ആകർഷണം, ഒരു അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. അതായത് നോർമലി ലേഡീസിന് ഓപ്പോസിറ്റ് ജെൻഡറിനോടാണ് അട്രാക്ഷൻ തോന്നാറ്. അതുപോലെ പുരുഷന്മാർക്ക് സ്ത്രീകളോടായിരിക്കും. എങ്കിൽ ഇപ്പൊ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരോട് എന്നുള്ള രീതിക്ക് പകരം സ്ത്രീകളോട് തന്നെ വൈകാരികമായി, അതായത് ഇമോഷണലി ആൻഡ് സെക്ഷലി ഒരു അട്രാക്ഷൻ തോന്നുകയും അവർക്ക് കൂടുതലായിട്ട് സെക്സ് ചെയ്യാനായിട്ട് സ്ത്രീകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇവർ തന്നെ ബൈസെക്ഷൽ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. അതായത് സ്ത്രീകളോടും തോന്നാം, അറ്റ് ദ സെയിം ടൈം പുരുഷന്മാരോടും തോന്നാം. അതുപോലെ ഒരു പുരുഷന് സ്ത്രീകളോടും തോന്നാം, അറ്റ് ദ സെയിം ടൈം പുരുഷന്മാരോടും തോന്നാം. ഇതിനെ ബൈസെക്ഷൽ എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറയുന്നത് ലെസ്ബിയൻ ആണ്, അതായത് സ്ത്രീകളോട് മാത്രം അട്രാക്ഷൻ തോന്നുന്നത്. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലെസ്ബിയൻസ് അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചില ലെസ്ബിയൻസ് സ്ത്രീകളോട് മാത്രമായിരിക്കും, പക്ഷെ ചില ലെസ്ബിയൻസ് പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരേപോലെ സെക്സ് ചെയ്യുന്ന ആളുകളായിരിക്കാം.
അപ്പോൾ ഈ പുരുഷന്മാരോട്, അതായത് മൾട്ടിപ്പിൾ പുരുഷന്മാരോട് ചെയ്യുന്നത് വഴി ഇവർക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും പിടിപെടാനും പിന്നീട് ഈ സെയിം ലെസ്ബിയൻ മറ്റ് സ്ത്രീകളോട്, അതായത് ലെസ്ബിയൻ പാർട്ട്നേഴ്സിനോട് ചെയ്യുമ്പോൾ ഇവർക്ക്, അതായത് ഈ പുരുഷന്മാരിൽ നിന്ന് വന്ന ഈ ഇൻഫെക്ഷൻസ് സ്ത്രീകളിലേക്ക് പകർന്നു കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വരുന്ന രോഗങ്ങൾ HPV, ഹെർബ്സ്, സിഫിലിസ്, ഗൊണോറിയ, ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഈസിലി ഒരു സെക്ഷൽ പാർട്ട്ണറിൽ നിന്നും മറ്റൊരു സെക്ഷൽ പാർട്ട്ണറിലേക്ക് പകർന്നു കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിട്ടുള്ള രോഗങ്ങളാണ്. ചില സ്ത്രീകള് നേരത്തെ പുരുഷന്മാരുമായിട്ട് ബന്ധമുള്ള ആളുകളായിരുന്നിരിക്കണം, പക്ഷെ പിന്നീട് ഒരു ലെസ്ബിയൻ ആയിട്ട് മാറുകയും ലേഡീസുമായിട്ട് മാത്രം ബന്ധം പുലർത്തുന്ന ആളുകളും ആയിരിക്കാം. അപ്പോൾ ഓൾറെഡി നേരത്തെ പുരുഷന്മാരുമായിട്ട് ഇങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ സെക്ഷൽ അഫെയർസ് പോയിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് കിട്ടിയിട്ടുണ്ടാകാം. അത് പിന്നീട് ഇവര് ലേഡീസിനോട് മാത്രം സഹകരിക്കുമ്പോൾ ആ ലേഡീസിന് ഈ ഒരു രോഗം കിട്ടാനായിട്ടുള്ള ചാൻസ്, ഇവർ ഇതിനെ കുറിച്ച് അവെയർ ആയിരുന്നിരിക്കില്ല. ചിലപ്പോൾ നേരത്തെ ജെൻസുമായിട്ട്, അതായത് പുരുഷന്മാരുമായിട്ട് സെക്ഷൽ അഫെയർ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഒരു രോഗം ഉണ്ടെന്നുള്ള ഒരു അവയർനെസ് ഇല്ലാതെ ആയിരിക്കാം ഇവർ ചിലപ്പോൾ ലേഡീസുമായിട്ട് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഇൻഫെക്ഷൻസ് പകർന്നു കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എപ്പോഴും ലെസ്ബിയൻസ് എന്ന് പറയുമ്പോൾ ഇവർ കൂടുതലും ഓറലി ഉള്ള സെക്സ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് സലൈവ കൂടി അല്ലെങ്കിൽ വജീനൽ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസിൽ കൂടി ഇത് തീർച്ചയായിട്ടും ഇത് പകർന്ന് കിട്ടാനായിട്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരുപാട് പഠനങ്ങളിൽ പറയുന്നുണ്ട് ലെസ്ബിയൻസിന് മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി വരാനായിട്ടുള്ള ചാൻസസ് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ കൂടുതലും ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ ഇവർ ഒറ്റപ്പെട്ട് കാണാനായിട്ട്, അതായത് എല്ലാവരിൽ നിന്നും റിജക്ഷൻ അനുഭവപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കാനായിട്ട് ഇവർക്ക് ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പോലും, ഇപ്പോൾ ഒരു ഓഫീസിലായാലും അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലായാലും ലെസ്ബിയൻ എന്ന് തിരിച്ചറിയുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് റിജക്ഷൻ കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടായിരിക്കും ഇവർ കൂടുതൽ മെന്റൽ ഡിപ്രഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസും കണ്ടുവരുന്നത്. പിന്നെ എന്നോട് നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരാം. അതായത് എങ്ങനെയാണ് ഈ ഒരു ലെസ്ബിയൻ ഇൻഫെക്ഷ്യസ് ഡിസീസിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാൻ പറ്റുമെന്ന്. സോ ആസ് ഐ സെഡ് ഏർലിയർ, നേരത്തെ പറഞ്ഞ പോലെ ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ അറിയാവുന്നവർക്കറിയാം, അത് കൂടുതലും മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ മൗത്ത് ടു സെക്ഷൽ ഓർഗൻസ് ആണ് കൂടുതലും അവരൊരു പ്ലഷർ കണ്ടെത്തുന്ന പാർട്സ് എന്ന് പറയുമ്പോൾ. അതായത് ഓറൽ സെക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറൽ സെക്സ് ആയിരിക്കാം കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്ലഷറിന് വേണ്ടിയിട്ട്. അതേപോലെ ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഡെന്റൽ ഡാംസ് യൂസ് ചെയ്യുക. വിരലുകൾ ഉപയോഗിച്ചുള്ള പെനട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ സെക്ഷൽ ടോയ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടോയ് തന്നെ രണ്ടുപേരും മാറി മാറി യൂസ് ചെയ്യാതിരിക്കുക. സെപ്പറേറ്റ് ടോയ് യൂസ് ചെയ്യുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ സെക്ഷൽ ടോയ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പറ്റുമെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യുക. അത് ഒരാൾ തന്നെ ഒരു ടോയ് യൂസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വജൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സലൈവ, അതിൽ കൂടിയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഈ രോഗാണുക്കൾ സ്പ്രെഡ് ആകുന്നത്. അപ്പോൾ സെക്ഷൽ ടോയ് ഇപ്പോൾ ഒരു വ്യക്തി യൂസ് ചെയ്ത സെയിം ടോയ് മറ്റു വ്യക്തിയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ടോയിൽ തീർച്ചയായിട്ടും വജൈനൽ ഫ്ലൂയിഡ്സ് ഒരു സലൈവാസ് എന്തായാലും പറ്റിയിട്ടുണ്ടാവും. അതിൽ കൂടി ഇൻഫെക്ഷൻസ് മറ്റു വ്യക്തിയിലേക്ക് അവർ യൂസ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈവിരലുകൾ ഉപയോഗിച്ചൊക്കെ ഉള്ള ഒരു സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടി കൂടുതൽ ഇൻഫെക്ഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുവിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഉള്ള സമ്പർക്കത്തിൽ കൂടി സ്പ്രെഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ കോണ്ടം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡെന്റൽ ഡാംസ്, അതുപോലെ തന്നെ കൈവിരലുകൾക്കുള്ള ഗ്ലൗസസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആഫ്റ്റർ ദ യൂസ് യു ക്യാൻ ഡിസ്പോസ് ഗ്ലൗസ് അല്ലെങ്കിൽ ഡെന്റൽ ഡാംസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാനും പറ്റും. ഒരു പരിധി വരെ ഇത്തരം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടയാനായിട്ടും പറ്റും. ഡെന്റൽ ഡാംസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതൊരു തിൻ ലെയർ ഓഫ് ലാറ്റക്സ് ആണ്. ഒരു ബാരിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും അറ്റ് ദ ടൈം ഓഫ് ഓറൽ സെക്സ്. പിന്നെ സെക്ഷൽ ടോയ്സ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ബിഫോർ ആൻഡ് ആഫ്റ്റർ, പറ്റുമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് നല്ല രീതിയിൽ നിങ്ങൾ വാഷ് ചെയ്യേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാർട്ട്നേഴ്സിനെ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നവരാണ്, അതായത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ അടുത്തൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ STIs ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളുടെ മൗത്തിലോ നിങ്ങളുടെ ലിപ്സിൽ എന്തെങ്കിലും കട്ട് അല്ലെങ്കിൽ വൂണ്ട്, മുറിവുകൾ, ചതവുകൾ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓറൽ സെക്സ് ചെയ്യാനായിട്ട് മുതിരരുത്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഡെന്റൽ ഡാംസ് യൂസ് ചെയ്യാവുന്നതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെന്റൽ ഡാംസ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് വജീനൽ ഇൻഫെക്ഷനിൽ നിന്നും, വജീനൽ ഫ്ലൂയിഡ്സിൽ നിന്നും, ഏനൽ ഇൻഫെക്ഷനിൽ നിന്നും, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഡെന്റൽ ഡാംസ് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കും. ലെസ്ബിയൻസ് ഹൈലി ഇൻഫെക്ഷൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം ഓറൽ സെക്സിൽ നിന്നും ഇൻഫെക്ഷൻസ് വരാം, ഫിംഗർ പെനട്രേഷനിൽ നിന്നും ഇൻഫെക്ഷൻസ് വരാം, ഏനൽ സെക്സിൽ കൂടി ഇൻഫെക്ഷൻസ് വരാം, പിന്നെ അതുപോലെ വൾവൽ റബ്ബിങ്ങിൽ കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് ഈസിലി ആയിട്ട് വരാം. സോ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ഡെന്റൽ ഡാംസ്, ഗ്ലൗസസ്, സെപ്പറേറ്റ് സെക്ഷൽ ടോയ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസസ് ആണ്. പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സിംഗിൾ പാർട്ട്ണർ ആണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഇൻഫെക്ഷൻസും ഇല്ല എങ്കിൽ ഇറ്റ്സ് സേഫ് ആണ്. ബട്ട് ബൈസെക്ഷൽ ആയിട്ട് പോവുകയാണ്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിലാണ് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യത. കാരണം നമ്മൾ പോകുന്ന പാർട്ട്ണർ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് സ്പ്രെഡ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഫിംഗർ പെനട്രേഷൻ ഒക്കെ ആണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ സെക്സ് നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യുക, പറ്റുമെങ്കിൽ ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യുക, അതുപോലെ ഡെന്റൽ ഡാംസ് യൂസ് ചെയ്യുക. പിന്നെ വാട്ടറി ആയിട്ടുള്ള വജൈനൽ ഓർ ഏനൽ ലൂബ്രിക്കേഷൻസ് ധാരാളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു സമ്പർക്കം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി കൂടുതലും ആളുകൾക്ക് അങ്ങനെ സിംറ്റംസ് ഒന്നും കാണാറില്ല പുറത്ത്. പക്ഷെ ചില വ്യക്തികൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ബ്ലിസ്റ്റേഴ്സ്, ചെറിയ കുരുക്കൾ പോലെ കാണാറുണ്ട്. ചില അൾസേഴ്സ്, വജൈനൽ ഏരിയ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മുറിവുകളും ചെറിയ കുരുക്കളും വേദനയോട് കൂടിയതും അല്ലാത്തതുമായിട്ടുള്ള പൊട്ടലുകളും മുറിവുകളും അങ്ങനെയൊക്കെ ചിലർക്ക് കാണപ്പെടാറുണ്ട്. പിന്നെ HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും. ഇത് കൂടുതലും സ്കിൻ കോണ്ടാക്റ്റിൽ നിന്നും വൾവ റബ്ബിങ്ങിൽ കൂടിയൊക്കെയാണ് കൂടുതലായിട്ടും സ്പ്രെഡ് ആകാനായിട്ടുള്ള ചാൻസസ്. പിന്നെ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയും. ഇതൊരു പാരസൈറ്റ് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. വജീനൽ ഫ്ലൂയിഡിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ആകുന്നത്. ട്രൈക്കോമോണിയാസിന്റെ സിംറ്റം എന്ന് പറയുമ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകാം, പിന്നെ വൾവയിൽ കുറച്ച് നീറ്റിലും പുകച്ചിലും കുറച്ച് സ്വെല്ലിങ് പോലെ ഉണ്ടാകാം, പിന്നെ ചിലർക്ക് അസഹനീയമായ സ്മെൽ ഉണ്ടാകാം, ചിലർക്ക് യാതൊരുവിധ സിംറ്റംസും ഉണ്ടാവില്ല. സോ ഇതൊക്കെ ട്രൈക്കോമോണിയാസിന്റെ ലക്ഷണങ്ങളാണ്. അടുത്തത് ഗൊണേറിയ എന്ന് പറയും. ഇത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഇത് കൂടുതലായിട്ടും യുറേത്ര, ത്രോട്ട്, സെർവിക്സ്, റെക്ടം ഈ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ടും അഫക്ട് ചെയ്യുന്നത്. ഇതും ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ്. പിന്നെ അതുപോലെ സിഫിലിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അത് ഒരു പെയിൻലെസ് ആയിട്ടുള്ള ഒരു അൾസർ ആണ്. ഇറ്റ്സ് ലൈക്ക് ആൻ അൾസർ ബട്ട് പെയിൻലെസ് ആയിരിക്കും. കൂടുതലായിട്ടും കാണപ്പെടുന്നത് ജെനിറ്റൽ ഏരിയ, ആ ഒരു ജെനിറ്റൽ ഏരിയയിലായിരിക്കും ഈ ഒരു സിഫിലിസിന്റെ സിംറ്റംസ് കാണപ്പെടാറുള്ളത്. പിന്നെ സിഫിലിസിന്റെ മറ്റ് ചില സിംറ്റംസ് ചില വ്യക്തികളിൽ റാഷസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഗ്ലാൻസിലൊക്കെ സ്വെല്ലിംഗ് പോലെ ചില വ്യക്തികൾ കാണപ്പെടാറുണ്ട്. പിന്നെ ചിലരിൽ പെയിൻലെസ് ആയിട്ടുള്ള അൾസേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടാറുണ്ട്. ഇപ്പൊ സിഫിലിസ് ഒക്കെ ചില വ്യക്തികളിൽ തനിയെ വന്ന് ഡിസപ്പിയർ ആവുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ ചില വ്യക്തികളിൽ ഇത് നല്ല സീരിയസ് ആയിട്ടാണ് ഡാമേജ് വരുത്തുന്നത്. അതായത് നെർവ്സിൽ ഡാമേജ് ഉണ്ടാക്കാം, ഇന്റേണൽ ഓർഗൻസ്, ചില ബോഡി പാർട്സിൽ, ചില ഓർഗൻസിൽ ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാകുന്നതായിട്ടും ഫ്യൂച്ചറിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്തൊരു അസുഖം വന്നാലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള STIs അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വന്നു എന്നറിയുമ്പോൾ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ഫലോപ്പിയൻ ട്യൂബ്സിൽ ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വരെ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടും കാണപ്പെടാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കാം എന്ന് പറയുന്നതിലും ഭേദം നമ്മൾ വരാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇൻ കേസ് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നിമിഷമാണോ നമ്മളത് തിരിച്ചറിയുന്നത്, അതായത് നമുക്ക് ഈ ഒരു സെക്സ് സേഫ് ആണോ അല്ലെങ്കിൽ ഈ പാർട്ട്ണർ എനിക്ക് അത്രയും വിശ്വാസമില്ല എന്ന് തോന്നുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് അതിന് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റുന്നതായിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മളുടെ വജൈന അല്ലെങ്കിൽ ആ ഒരു വൾവ ആ ഏരിയ പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുക ഇൻ ദ സെൻസ് നമ്മളത് സെൽഫ് ക്ലീനിങ് പ്രോസസ് ഇൻസൈഡ് ദ വജൈന നടക്കുന്നുണ്ട്. അതായത് അതിന്റെ അകത്തേക്ക് നമ്മൾ ഒരു ലിക്വിഡ്സോ അല്ലെങ്കിൽ സോപ്പോ അല്ലെങ്കിൽ വേറൊരു രീതിയിലും നിങ്ങൾ ഇൻസൈഡ് ദ വജൈന നിങ്ങൾ ക്ലീൻ ആക്കാനേ പോകേണ്ട. അകത്ത് പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് പ്രോസസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് നടക്കുന്നുണ്ട്. നമ്മൾ പുറമേ നമ്മളിപ്പോൾ പീ ചെയ്ത് കഴിഞ്ഞാൽ, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാം. ഇപ്പം മൈൽഡ് സോപ്സ് യൂസ് ചെയ്യുന്നതിന്റെ തെറ്റില്ല. അതായത് ഒരുപാട് പെർഫ്യൂം അടിക്കുക അല്ലെങ്കിൽ ഒരുപാട് മണമുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക, അങ്ങനെയൊന്നും അവിടെ വാഷ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. ഓരോ പ്രാവശ്യവും മൂത്രം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പിന്നെ ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്യേണ്ടത് ഒരിക്കലും ഏനലിന്റെ ഭാഗത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് വൈപ്പ് ചെയ്യാനായിട്ട് പാടില്ല.
ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് മാത്രമേ വൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. നല്ല രീതിയിൽ വാഷ് ചെയ്യുക, നല്ല ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, അതിപ്പം ഹെൽത്ത് വൈസ് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും STIs STDs സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ കൂടുതലും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ഉറപ്പെന്നുള്ള ഒരു സിംഗിൾ പാർട്ട്ണറുമായിട്ട് തന്നെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആകുക അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ ആകാനായിട്ട് ശ്രദ്ധിക്കുക. 2021 സർവേ പ്രകാരം 3 മുതൽ 5% വരെയായിരുന്നു ലെസ്ബിയൻ ഗെയ്സ് ആയിട്ട് കാണപ്പെടുന്നത്. പഠനങ്ങളിൽ അത് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹോർമോണൽ പ്രോബ്ലം ആണ്. സോ നമുക്ക് ആരെയും ലെസ്ബിയൻ ആകണമെന്നോ ഗേ ആകണമെന്നോ അങ്ങനെ ആകാൻ പാടില്ല എന്നൊന്നും പറയാനുള്ള യാതൊരു അധികാരവുമില്ല, അനുവാദവുമില്ല. സോ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. എല്ലാവരുടെയും ഇഷ്ടത്തിന് ജീവിക്കാനായിട്ടും അവരുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. സോ ആരുടെയും ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാനും ഞാൻ ആരുമല്ല. എനിക്ക് വന്ന ഒരു കമന്റിന്റെ ബേസിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്തത്. അതും ഒരുപാട് റെഫർ ചെയ്ത് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ പറയുക. ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് കൂടുതലായിട്ടും ലെസ്ബിയൻ സെക്സിൽ കാണുന്നുണ്ട്. അതായത് സലൈവ ത്രൂ വജീനൽ ലൂബ്രിക്കേഷൻസ് ഒക്കെ ഡയറക്റ്റ് സ്പ്രെഡ് ആകാനായിട്ടുള്ള ചാൻസസ് ലെസ്ബിയൻസിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് പകരാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് നമുക്ക് ശരീരത്തിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഡെന്റൽ ഡാംസ്, ഗ്ലൗസസ്, സെപ്പറേറ്റ് സെക്ഷൽ ടോയ്സ്. ഇഫ് യു ആർ യൂസിങ് സെക്ഷൽ ടോയ്, നിങ്ങൾ അതിൽ കോണ്ടം യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെക്ഷൽ ടോയ് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാന്റസിയിലേക്ക് നിങ്ങൾക്ക് സുഖം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ലെസ്ബിയൻ സെക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആണോ എന്ന് ചോദിച്ചതിനെ കുറിച്ചും. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യേണ്ട ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ സീ യു നെക്സ്റ്റ് ഡേ. താങ്ക് യു. ബൈ ബൈ. Thank you.